വെറുതെ ചുമ്മാ റൂമിലിരുന്ന് ഇങ്ങനെ മടുത്ത് പോയാണ് ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചത്. മുറ്റത്തിറങ്ങിയപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന കൊട്ടാരം ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് കൂട്ടുകാരെ ആ കൊട്ടാരം. ഞങ്ങളുടെ മാത്രമല്ല കേട്ടോ, വേറെ 2-3 ഫാമിലി കൂടെ ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടോ, പിന്നെ ഇവിടെ വെളിച്ചം കുറവാണ്. ഇപ്പം രാത്രി 8:30 മണിയായി. പുറത്ത് വെളിച്ചം ലൈറ്റ് ഇടാറില്ല ഇവിടെ. അപ്പം കണ്ടോ, ഇവിടെ ഒരു മരമുണ്ട്. ക്യാമറയിൽ കാണുന്നുണ്ടോയെന്നറിയില്ല. അതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ കുഞ്ഞു വൈറ്റ് പൂക്കൾ പൂത്തിട്ടുണ്ട്, ചെറിയ കുഞ്ഞു പൂക്കൾ. ഇതിന് നല്ല സ്മെല്ലാണ്, ഭയങ്കര സ്മെല്ലാണ്. നമ്മുടെ നാട്ടിലെ മുല്ല, രാത്രി മുല്ല വിടരുമ്പോഴുള്ളൊരു മണമുണ്ടല്ലോ, കാറ്റിൽ വരുന്ന മണം, അതേ മണമാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നല്ല കാറ്റാണ്, നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ചെറുതായിട്ട് ചൂട് തുടങ്ങി. 2-3 ദിവസം നല്ല മഴയായിരുന്നു. പിന്നെ ഇപ്പോൾ നല്ലൊരു തണുത്ത കാറ്റടിക്കുന്നുണ്ട്, നല്ല കാലാവസ്ഥയാണ്. അപ്പോൾ ഈ നമ്മൾ നിൽക്കുന്ന വീടിൻ്റെ അടിയിലോട്ട് ഈ സ്റ്റെപ്പ് ഇറങ്ങിപ്പോയാൽ കുറച്ച് റൂമുകൾ ഈ വീടിൻ്റെ അടിയിലുണ്ട്. അവിടെ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുക, ഫാമിലിയൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ മുറ്റത്ത് പകലൊന്നും കുട്ടികൾ ഇറങ്ങില്ല, പകൽ നല്ല വെയിലായിരിക്കും. രാത്രി ആയതുകൊണ്ട് ഇവിടെ ചെറിയൊരു ഊഞ്ഞാലും അതൊക്കെ ഉണ്ട്. പിന്നെ നല്ല രസമാണ്. പക്ഷെ കുട്ടികളൊന്നും മുറ്റത്ത് ഇറങ്ങില്ല. ചൂട് കാലാവസ്ഥയിൽ പകൽ ചൂട് സമയമല്ലെങ്കിലും നല്ല വെയിലായിരിക്കും. കഴിഞ്ഞ വെക്കേഷൻ സമയത്ത് ഇവിടെ മലയാളി കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. പുറത്തിറങ്ങി കളിക്കാനൊക്കെ കുട്ടികൾക്ക് നല്ല സുഖമായിരുന്നു. പക്ഷേ ഹയാ കാർഡിൽ എല്ലാ ആൾക്കാരും വന്ന് പോയത് കൊണ്ടാവാം ഈ പ്രാവശ്യം മലയാളികളൊന്നും ഇവിടെ വന്നതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ മുറ്റത്തിറങ്ങി കുറച്ച് സമയം ഇവിടെ ഇങ്ങനെ നിന്നപ്പോൾ നമുക്കൊന്ന് പുറത്ത് പോകണം, കുട്ടികൾക്കൊന്ന് പുറത്ത് പോകണം, ഒരു ഐസ്ക്രീം തിന്നണം എന്നൊക്കെ ഒരാഗ്രഹം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിലിട്ട ഡ്രസ്സോട് കൂടി തന്നെ പുറത്തേക്ക് പോയി. അങ്ങനെ പുറത്തൊക്കെ ഒന്ന് കറങ്ങി ഐസ്ക്രീമൊക്കെ കഴിച്ചു. രാത്രിക്കുള്ള ഫുഡും വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി. എന്താ വേണം മാഡം?